എല്ലാം ഓരോ തോന്നലല്ലേ പത്രോസേ? നമ്മളെ DQ ചാർലി എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ്. അത് ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കും ഇത് സത്യമല്ലേ ഈ പറഞ്ഞത്. നിങ്ങളെ കേസ് തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ പറ്റൂല എന്നുള്ളത് ഒരു തോന്നലല്ലേ? സത്യം പറഞ്ഞാല് മാത്സ് സ്കോർ ചെയ്യാൻ പറ്റൂല എന്നുള്ളതും ഒരു തോന്നൽ മാത്രമായിക്കൂടെ? നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ എപ്പോഴോ ഒരു തോന്നലുണ്ടായി, മാത്സ് നടക്കൂല, എനിക്കിത് നടക്കൂല, ടഫാണ്, സ്കോർ ചെയ്യാൻ പറ്റൂല, ഒരു തോന്നലുണ്ടായി. ആ ഒരു തോന്നലിന്റെ ബേസിലാണ് ഇപ്പോഴും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1ാം ക്ലാസ്സിനായിരിക്കും നിങ്ങൾക്ക് ആ തോന്നൽ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലെ മാത്സ് ടഫായി, സ്വാഭാവികമായിട്ടും 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ മാത്സ് നിങ്ങൾക്ക് ഒന്നുകൂടി ടഫാവും. അങ്ങനെ ടഫായി ഇപ്പൊ 9th എത്തി നിൽക്കുമ്പോൾ നല്ല ടഫായിട്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് മാത്സിന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ. പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങളെ കുറ്റം പറയൂല. കാരണം എന്താണ്, നിങ്ങൾ പലപ്പോഴായി ട്രൈ ചെയ്തിട്ടുണ്ട് മാത്സ് പഠിക്കാൻ വേണ്ടി. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് മാത്സ് പഠിക്കാനായിട്ട്. ചിലപ്പോൾ ഒക്കെ നിങ്ങൾ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് എവിടെ ഫെയിലായ നിങ്ങൾക്കറിയോ? ഒരു പോയിന്റ് എത്തുമ്പോൾ സാറ് പറയും, ഇത് നമ്മൾ 8ാം ക്ലാസ് പഠിച്ച പോലെ അല്ലെങ്കിൽ 7ാം ക്ലാസ് പഠിച്ച പോലെ അതുപോലെ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് സാറ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും 8ഉം 7ഉം ഒന്നും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്താവും, ആ സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റൂല. ആൻഡ് ഇതിന്റെ ബാക്കി പ്രോബ്ലം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാണ്ടിരിക്കും. കാരണം എന്താ, ഈ ഒരൊറ്റ ഡയലോഗ് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ച പോലെ, നിങ്ങൾക്ക് 8ാം ക്ലാസ് പഠിച്ചത് എന്താന്ന് ഓർമ്മയില്ല. ഇതൊരു മെയിൻ വിഷയമാണ് നിങ്ങൾ പഠിക്കുമ്പോൾ. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ എൻ്റെ ഈ ഒരു ശനിയാഴ്ചത്തെ നമ്മൾ എജുപോർട്ട് ഒരു ലൈവ് സെറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ 9ാം ക്ലാസ്സിലെ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി ഇവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കും മക്കളെ. ഈ ഒരു ലൈവിന്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോലും ഞാനോ അജാസ് സാറോ ഹനീന മിസ്സോ ഷാമിൽ സാറോ ഉണ്ടാവും. ഇവരാരും നിങ്ങളോട് പറയാൻ പോകുന്നില്ല നിങ്ങൾ മുന്നേ പഠിച്ച പോലെ എന്ന്. പകരം ഓരോ സ്റ്റെപ്പും നമ്മൾ പറയും, എന്താ ഇവിടെ നടന്നത് വേർഡ് ബൈ വേർഡ് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു പോവാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്ലാൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന മുഴുവൻ സാധനങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യും. ഈ ഒരു ദിവസം വരുന്ന ശനിയാഴ്ച എന്നുള്ള ഈ ഒരു ദിവസം നിങ്ങൾ എനിക്ക് തരണം. ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാത്സിനോടുള്ള പേടി നമ്മൾ എടുത്ത് കാട്ടുകളയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് 10ാം ക്ലാസ്സിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് എജുപോർട്ട് നടത്തിയത്. കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിന് മാത്സ് എക്സാം ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവർക്ക് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒരു ലൈവ് കൊടുത്തു. 1.5 ലക്ഷം പേരാണ് അവിടെ ഞായറും തിങ്കളും ശനിയുമായിട്ട് വന്ന് പഠിച്ചു പോയത്. അവരൊക്കെ കമന്റ് ഇട്ടത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ ആ ഒരു വീഡിയോസിന്റെ ഒക്കെ അടി പോയി നോക്കിയാൽ മനസ്സിലാവും. സർ നല്ല ഉപകാരപ്പെട്ടു, വളരെ ഹെൽപ്ഫുൾ ആയി, ഞങ്ങൾക്ക് പേടി മാറി, ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഇത് 9ാം ക്ലാസ്സിലും നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഈ ഒരൊറ്റ ദിവസം കൊണ്ട്, ഈ ഒരൊറ്റ ലൈവ് കൊണ്ട് എന്താവാനാ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ അല്ലേ ഒക്കെ നടക്കുന്നത്. നിങ്ങൾ ജനിക്കുന്നത് ഒരു ദിവസത്തിലാണ് അല്ലെ, ജനിച്ചത് ഒരു ദിവസമാണ്, നിങ്ങളൊക്കെ ഒരു ദിവസം മരിക്കുകയും ചെയ്യും, ഞാനും, ഉറപ്പുള്ള കാര്യം. അങ്ങനെയെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാത്സിനോടുള്ള പേടി ഞാൻ മാറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഈ ഒരു ദിവസം നിങ്ങൾ എനിക്ക് തരണം. ശനിയാഴ്ച ചിലപ്പോൾ മക്കൾക്കൊക്കെ എന്തുണ്ടാവും, ട്യൂഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ട്യൂഷൻ പോകുന്നതിന് തൊട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഇത് എങ്ങനെ ഉണ്ട് എന്ന്. ആൻഡ് നിങ്ങൾക്ക് തോന്നുകയാണ് ട്യൂഷന് പോവണ്ട, ഇവിടെ ഇരുന്നത് പഠിക്കുന്നതാണ് യൂസ്ഫുൾ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളെ ഉമ്മനോട് അച്ഛനോട് അമ്മനോട് ചോദിക്കണം, ഞാൻ എജുപോർട്ടിന്റെ ക്ലാസ് ഉണ്ട്, ഞാനിത് കണ്ടോട്ടെ, ട്യൂഷന് പോകാണ്ട് ഞാൻ ഇത് ഇവിടെ ഇരുന്ന് കണ്ട് പഠിച്ചോട്ടെ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കുക. ഓല് സമ്മതിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഈ ബാഹുബലിയില് ദേവസേനയെ രക്ഷിക്കാൻ പോകുന്ന അവന്തികയോട് ശിവ പറയുന്നുണ്ട്, നിന്റെ ലക്ഷ്യങ്ങൾ ഇനി എന്റേത് കൂടിയാണെന്ന്. അതുപോലെ കേരളത്തിലെ 9ാം ക്ലാസ്സിലെ മക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ലക്ഷ്യം മാത്സിൽ ഫുൾ മാർക്ക് A+ എന്നുള്ള ലക്ഷ്യം അതിനി എന്റേത് കൂടെയാണ്. ഞാൻ ഉണ്ടാവും, എജുപോർട്ട് ടീം ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഈ ഒരൊറ്റ ദിവസം നിങ്ങൾ വന്നേ പറ്റൂ, അത് മാറ്റും നിങ്ങളുടെ ലൈഫ്, അത് മാറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. സോ ശനിയാഴ്ചത്തെ ലൈവിന്റെ ലിങ്ക് ഈ വീഡിയോന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ മക്കളും അതിൽ കയറിയിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് നോട്ടിഫൈ മീ അടയാളപ്പെടുത്തുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, പവർ ആണല്ലോ, ചേഞ്ചിന് റെഡി ആണല്ലോ. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഒരൊറ്റ കാര്യം കൂടി ചെയ്യണം. നിങ്ങൾക്കൊക്കെ കഴിഞ്ഞ മാത്സ് എക്സാമിന് എത്ര മാർക്കാണ് കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ശനിയാഴ്ച നിങ്ങൾ റെഡി ആണെങ്കിൽ ആ ഒരു മാർക്കിന്റെ കൂടെ കമന്റ് ചെയ്യട്ടോ, മാർക്ക് കമന്റ് ചെയ്യുന്നു, അതിന്റെ കൂടെ ഞാൻ റെഡി എന്നും കൂടി കമന്റ് ചെയ്യടാ എല്ലാവരും. സോ നമുക്ക് ശനിയാഴ്ച കാണാം.